ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് പ്രഭാഷകൻ 4:11 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിന് ജീവൻ്റെ മാർഗം എന്നാണ് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. കാരണം ഇതിൽ നമുക്ക് അധികം വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ദൈവം അതിനനുസരിച്ച് എല്ലാം എഴുതി വച്ചിരിക്കുകയാണ്. ജസ്റ്റ് നമുക്കത് വായിക്കുക, മനസ്സിലാക്കുക. 11 വാക്യം പറയുന്നു, ജ്ഞാനം തൻ്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തുകയും തന്നെ തേടുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നു. അവളെ സ്നേഹിക്കുന്നവൻ ജീവനെ സ്നേഹിക്കുന്നു. അവളെ അതിരാവിലെ അന്വേഷിക്കുന്നവർ ആനന്ദം കൊണ്ട് നിറയും. അവളെ ആശ്ലേഷിക്കുന്നവൻ മഹത്വം പ്രാപിക്കും. അവൻ വസിക്കുന്നിടം കർത്താവിനാൽ അനുഗ്രഹീതം. അവളെ സേവിക്കുന്നവൻ പരിശുദ്ധനായവനെ സേവിക്കുന്നു. അവളെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. അവളെ അനുസരിക്കുന്നവൻ ജനതകളെ വിധിക്കും. അവളുടെ വാക്ക് കേൾക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. അവളെ വിശ്വസിക്കുന്നവന് അവളെ ലഭിക്കും. അവൻ്റെ സന്തതികൾക്കും അവൾ അധീനയായിരിക്കും. ആദ്യം അവനെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും. അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസമുറയ്ക്കുന്നതുവരെ അവൾ തൻ്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും. തൻ്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അവളെന്ന് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു, ജ്ഞാനത്തെക്കുറിച്ചാണ്. ജ്ഞാനം എന്നതിന് അവൾ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു, അവളെ സേവിക്കുന്നവൻ പരിശുദ്ധനായവനെ സേവിക്കുന്നു. അവളെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. എത്ര രസമാണല്ലേ? കാരണം നമ്മൾ ജ്ഞാനത്തെ സേവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പരിശുദ്ധനായവനെ സേവിക്കുന്നു. അങ്ങനെ നമ്മൾ ജ്ഞാനത്തെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ഈശോ, ദൈവം നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അത് നമുക്ക് എത്ര സുരക്ഷിതമായ ഒരു കാര്യമായിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അവൻ്റെ സന്തതികൾക്കും അവൾ അധീനയായിരിക്കും. അതായത് നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി കൊതിക്കുമ്പോൾ, ജ്ഞാനം നമ്മളിൽ വന്ന് നിറയുമ്പോൾ നമ്മുടെ മക്കൾക്കും അവൾ അധീനയായിരിക്കും. അവർക്കും തീർച്ചയായിട്ടും ജ്ഞാനം കിട്ടും. ആദ്യം അവനെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും. കുറച്ചൊക്കെ കഷ്ടപ്പാടുണ്ടായിരിക്കും. അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. കാരണം നമുക്കെല്ലാം സന്തോഷമായിട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ മറക്കില്ലേ? അപ്പോൾ കുറച്ചൊക്കെ ഒരു പേടിയും ഭയവും വരുവാനായിട്ട് നമുക്ക് കുറച്ചൊക്കെ കഷ്ടതകളും ക്ലേശങ്ങളും തരും. അത് യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ ലോകത്ത് കഷ്ടതകളുണ്ട്. അവന് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. എത്ര നല്ല ഈശോ ആണ് നമ്മുടെ കൂടെയുള്ളത്, അല്ലേ? ദൈവം നമ്മുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്നുണ്ട്.